നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ നിങ്ങൾക്ക് ടോപ്പ് 5 എന്ന് വിളിക്കാം, ബെസ്റ്റ് 5 എന്ന് വിളിക്കാം, അമേസിംഗ് 5 എന്ന് വിളിക്കാം, കിടിലം 5 ആപ്ലിക്കേഷൻ എന്ന് വിളിക്കാം, എന്ത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. ഏപ്രിൽ മാസത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 5 ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ചോദിച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന കുറേ പേര് ഇപ്പോഴും ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ പലർക്കും അറിയാവുന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്നിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആകാശം നമ്മൾ എടുക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെയും വൈകിട്ടും അല്ലാണ്ട് നട്ടുച്ചയ്ക്കും വേറെ ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാലും വെറും കൂറ ആകാശമായിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ആകാശത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എടുത്ത ഒരു ആകാശമുള്ള ഫോട്ടോ, അതായത് മാനത്ത് നോക്കി നിൽക്കുന്ന ഫോട്ടോ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ഫിൽറ്റേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. ഓരോ ഫിൽറ്റർ ഇടുന്ന സമയത്തും അതിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ അകത്തുള്ള ആ ഒരു ഫോട്ടോയ്ക്കകത്തുള്ള ആകാശം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വൈറ്റിൻ്റെ പുറത്തുകൂടിയൊക്കെ ഈ ആകാശം കയറി വരാറുണ്ട്. സബ്ജക്റ്റും ആകാശവും നല്ല വേറിട്ട് നിൽക്കുന്ന ഇമേജൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, കിഡിലായിട്ടാണ്. നിങ്ങൾ അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഓ എന്നാ ഫോട്ടോഗ്രാഫറാ. എന്നിട്ട് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ #, ഇടാം, #ഫോട്ടോഗ്രാഫി, #സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി, എന്നിട്ട് നിങ്ങളുടെ ബയോയിലും കൊണ്ട് കയറ്റാം ഫോട്ടോഗ്രാഫർ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അടിപൊളി ആപ്പാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എനർജി. ഞാൻ ഒരു തവണ കുറച്ച് നാൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ഞാൻ പരിചയപ്പെടുത്താണ്. വേറൊന്നുമല്ല, ഇപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല എക്സാം ടൈമുകളാണ്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ടൈമുണ്ട്. എല്ലാവരും നല്ല പണിയെടുക്കുന്ന സമയമാണ്. ഇവിടെ അസൈൻമെൻറ്റൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് അസൈൻമെൻറ്റ് എഴുതി പ്രാന്ത് പിടിച്ച് പോയി തല തല്ലി ചാവുന്ന അവസ്ഥയിലേക്കൊക്കെ അവർ എത്തുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഫിനിറ്റി എനർജി. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് സർക്യൂട്ടുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ബൾബ് കത്തിക്കണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. പക്ഷേ ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ളൊരു ആപ്പാണ്. നിങ്ങൾക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഒരു 5 മിനിറ്റ്സിൽ 10 മിനിറ്റ്സിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഞാൻ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം, എന്നാലും നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ഇത് ഇങ്ങനെ നിങ്ങൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ ബൾബ് കത്തുന്ന കാണപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊരു ബൾബ് പൊട്ടിയതുപോലെയൊക്കെ കത്തിയതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ആപ്പാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പീസ്. നമ്മളെല്ലാവരും പലർക്കും മെയിൽ അയക്കാറുണ്ട്. ഓഫീസിനാവട്ടെ, ഓഫീസ് പർപ്പസിനാവട്ടെ, നിങ്ങളുടെ സ്കൂളിലത്തേക്കാകട്ടെ, ടീച്ചറിനാകട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ടിനാവട്ടെ, അല്ലെങ്കിൽ ഏവനെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷിൽ 2 ഡയലോഗ് അടിക്കും. അപ്പോൾ അവന് തിരിച്ചയച്ചു കൊടുക്കാനായിട്ടൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ജിഞ്ചർ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമർലിയുടെ ഒരു ഫ്രീ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര കൂറ ഗ്രാമറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ ജിഞ്ചർ റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് എല്ലാം മാറ്റി, അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ അതുപോലത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഒരുവിധം തരുന്ന ഒരു ആപ്പാണ് ജിഞ്ചർ റൈറ്റർ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ജസ്റ്റ് ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് വോയിസ് ഓൺ ആക്കിയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ബ്രോക്കൺ ഇംഗ്ലീഷ് വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചാലും മതി. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ മാറ്റിത്തരും. എന്നാൽ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നല്ല വെക്കാബുലറീസ്, അതുപോലെ തന്നെ നല്ല രീതിക്ക് പറയാനുള്ള കോൺഫിഡൻസ്, ഇതെല്ലാം കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഷനൈൻസ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാഡമി ഉണ്ട്. എൻ്റെ സ്വന്തം അക്കാഡമിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വരാം. എൻ്റെ അമ്മയാണ് ടീച്ചർ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ക്ലാസ്സുകൾക്ക് വരാവുന്നതാണ്. അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. മൂവിങ് ടു ദ 4th ആപ്പ്. ഞാൻ തന്നെ ഈ ചാനലിൽ നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടുള്ളതും, അല്ലെങ്കിൽ എനിക്ക് തന്നെ പല തവണയായിട്ട് പണി കിട്ടിയിട്ടുള്ളതും, കേരളത്തിലുള്ള പകുതി കൂടുതൽ യൂട്യൂബേഴ്സിന് പണി കിട്ടിയിട്ടുള്ളതാണ്. ഓരോ ലിങ്കുകളിൽ കുത്തിപ്പിടിച്ചിട്ട് ചാനൽ ഹാക്കായി പോവുക, അവരുടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് പോവുക, ഹാക്ക് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. അപ്പോൾ FinLock എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഈ ആപ്പ് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ സകലമാന പെർമിഷൻസും ഇതെടുക്കും.
എന്നാൽ SMS, ഇത് ഫിഷിംഗ് ലിങ്കുകൾ, അതുപോലെ തന്നെ മാൽവെയറുകൾ, ആഡ്വെയറുകൾ, OTP സ്കാമുകൾ, അതുപോലെ തന്നെ കോൾ സ്കാമുകൾ, ഇതേപോലുള്ള എല്ലാം ഇത് തടഞ്ഞു വയ്ക്കും. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് 100% സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എത്രത്തോളമാണ് നമുക്ക് വരുന്ന മെസ്സേജുകൾ, ഇമെയിലുകൾ, അതുപോലെ തന്നെ OTP എന്നുള്ളതൊക്കെ കണക്കിലാക്കി നമുക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളതും ഇതിനകത്തൊരു ചാർട്ടായിട്ട് കാണിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് പ്രൈവസി സ്കാൻ അലേർട്ട് ഉണ്ട്. അതായത് പ്രൈവസി സ്കാൻ അലേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറേ പെർമിഷൻ കൊടുക്കും. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അലോ എല്ലാം അലോ കൊടുക്കുകയാണല്ലോ. അങ്ങനെ അലോ കൊടുക്കാൻ പാടില്ല. ഏതൊക്കെ ആപ്പാണ് ഏതൊക്കെ പെർമിഷൻസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. ഫിഷിംഗ് ലിങ്ക് എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ചില ലിങ്കുകൾ വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വേറൊരാൾക്ക് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഡേറ്റ അവർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SMS അലേർട്ട്, OTP അലേർട്ട്, സ്വിം സ്വാപ്പ് അലേർട്ട്, അതുപോലെ തന്നെ UPI അലേർട്ട്, ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം വേർഷൻ എടുത്തു കഴിഞ്ഞാൽ വെർത്തായിരിക്കും ഗൈസ്, വെർത്തായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ആപ്പ്. ഇനി ഫൈനലായിട്ടുള്ള ആപ്പിലേക്ക് വരാം. ഫൈനൽ ആപ്പാണ് കിഡു. അടിപൊളി. നമ്മുടെ അവസാനത്തെ ആപ്പ് എന്ന് പറയുന്നത് സീറോ ക്ലീനർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിനെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാം ക്ലീൻ ചെയ്ത് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്, അങ്ങനെയൊന്നുമല്ല. സീറോ ക്ലീനർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ പകുതി കൂടുതൽ സ്റ്റോറേജും എടുത്തിട്ടുണ്ടായിരിക്കുക കേഷ് ഡേറ്റാസാണ്. അപ്പോൾ ഈ കേഷ് ഡേറ്റ ഓരോ ആപ്പും എടുത്ത് അതിൻ്റെ കേഷ് ക്ലിയർ ചെയ്ത് വേറൊരു ആപ്പ് എടുത്ത് അതിൻ്റെ കേഷ് ക്ലിയർ ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സീറോ ക്ലീനർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എല്ലാ ആപ്ലിക്കേഷൻ്റെയും നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സകലമായ ആപ്ലിക്കേഷൻ്റെയും കേഷ് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഈ ഒരു ഫോണാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിരുന്നു ഞാനെന്നാണ് ഞാൻ പറയുന്നതെന്ന്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം കേഷ് ഡാറ്റ എൻ്റെ സ്മാർട്ട് ഫോണിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം ഈ കേഷ് ഡാറ്റ മൊത്തം എനിക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 GB കേഷ് ഡാറ്റ ഉണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ക്ലിയർ കൊടുക്കുന്ന സമയത്ത് ഈ കേഷ് ഡാറ്റ ഡിലീറ്റായി നമുക്ക് 1 GB സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സീറോ ക്ലീനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് 5 ബെസ്റ്റ് 5 അമേസിംഗ് 5 കിടിലം 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നമ്മുടെ ടൈറ്റിൽ രീതികളെന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് കുറച്ച് കൂടുമെന്നാണ് അൽഗോരിതം പറയുന്നത്, യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ബെല്ല് അടിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ, അടുത്തൊരു ആപ്ലിക്കേഷൻ സീരീസിൽ, അടുത്തൊരു അൺബോക്സിങ്ങിൽ, അടുത്തൊരു ASMR വീഡിയോയിൽ, അടുത്തൊരു കിടിലം വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ 10 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് 2 മടങ്ങ് കൂടും എന്നതാണ് പുതിയ ട്രിക്ക്. അപ്പോൾ അതും കൂടി പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.